പ്രിയമുള്ളവരെ, ഞാൻ ആദ്യ അക്ഷരം പഠിച്ച GLP സ്കൂൾ കോണുമുണ്ട, ചാലിയാർ പഞ്ചായത്തില് എളമ്പിലാക്കോട് കോണുമുണ്ട എന്ന സ്ഥലത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ചാലിയാറിൽ തന്നെ ഏറ്റവും പ്രകൃതി രമണീയമായ അന്തരീക്ഷം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരു സ്കൂള് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിത് പറയാം. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രകൃതിയോട് ഇത്രയധികം ഒത്തിണങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്കൂള് ചാലിയാർ പഞ്ചായത്തിൽ തന്നെ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാട്ടോ. കുട്ടികൾക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു പാർക്ക് സ്കൂളിന്റെ സൈഡിലായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഒഴിവു സമയങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ്. കുട്ടികളുടെ ബോറടി കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ആഗ്രഹം വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രീ ടൈമുകളൊക്കെ എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങളും സ്കൂളുകളിലൊക്കെ വേണം. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ GLP സ്കൂൾ കോണുമുണ്ട ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു പ്രൈവറ്റ് സ്കൂളിന്റെ അനുഭൂതിയാണ് ഇതിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാല്. അപ്പൊ എല്ലാ റൈഡുകളും, പല മോഡൽ റൈഡുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികളെ നല്ല രൂപത്തിൽ തന്നെ ആകർഷിക്കുന്ന വിധം തന്നെയാണ്. പിന്നെ മതിലിലുള്ള പെയിന്റിങ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതും നല്ല രൂപത്തിൽ തന്നെ ഒരു അടിപൊളിയായിട്ട് തന്നെ ഓരോ തീമുകൾ കൊടുത്തിട്ട് അടിപൊളി പിക്ചറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർക്കിന്റെ സെന്ററിൽ ഇരിക്കാനുള്ള ബെഞ്ച് കാര്യങ്ങൾ ഒക്കെ അത് കോൺക്രീറ്റിൽ തന്നെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ക്ലാസ് റൂമുകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ അതിന്റെ ബെഞ്ച്, ഡെസ്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല രൂപത്തിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു ചിന്താഗതിയാണ്, നമ്മുടെ കുട്ടികൾ പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചെങ്കിലേ നമുക്ക് അവർക്ക് പഠിപ്പ് കിട്ടുകയുള്ളൂ, അതുപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ. പക്ഷെ ഇതുപോലത്തെ നമ്മുടെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ നമ്മൾ വളരെയധികം ഉപയോഗപ്പെടുത്തണം ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും. നമ്മുടെ കുട്ടികളുടെ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, സമൂഹത്തോടൊക്കെ നല്ല ഇടപെടലും കാര്യങ്ങളൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് പല വീട്ടിൽ നിന്നും വരുന്ന കുട്ടികളുടെ സ്വഭാവം കാര്യങ്ങളും പാവപ്പെട്ടവനെന്നോ പൈസക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ആ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾ സമൂഹത്തിന് ഉത്തമ മാതൃകയായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിപ്പിച്ചേ മതിയാവൂ. ഇനി ഇവിടുന്ന് വരുന്ന തലമുറക്കെങ്കിലും ഭാവിയിൽ നല്ല സമൂഹത്തെ വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ തന്നെ പഠിപ്പിച്ച് നമ്മളെ ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ ക്ലാസ് റൂമുകളും എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരു സ്മാർട്ട് ക്ലാസ് റൂം സെറ്റ് ചെയ്ത പോലെ തന്നെയാണ്. സ്കൂളിന്റെ ഉള്ളിലെ ചുമരുകളിലുള്ള വാൾ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ കോണുമുണ്ട GLP സ്കൂൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ ഇനിയും 1ാം ക്ലാസ്സിൽ കുട്ടികളെ ചേർത്താത്ത രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ഈ അവസരം മുതലാക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു അവസരം കൂടിയാണ് ഇത്. അവിടുത്തെ അധ്യാപകരാണെങ്കിലും അതുപോലെ PTA ഭാരവാഹികളും ആണെങ്കിലും നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടോ അതൊക്കെ നല്ല രൂപത്തിൽ തന്നെ നിറവേറ്റി തരുന്ന ഒരു PTA കമ്മിറ്റിയും അധ്യാപകരുടെ കൂട്ടായ്മയുമാണ് അവിടെ ഉള്ളത്. സ്കൂളിന്റെ ഗാർഡനിലോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ ഭംഗി എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ആ രൂപത്തിലാണ് അതിന്റെ പണികൾ കഴിപ്പിച്ചിട്ടുള്ളത്. നമുക്കിത് ഒരു ഗവൺമെന്റ് സ്കൂളാണോ എന്ന് പോലും തോന്നിപ്പോവും. അതേപോലെയുള്ള ഒരു വർക്കുകളാണ് ഗാർഡനിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒന്നുറപ്പിച്ച് പറയാം, ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് ബോറടി മാറ്റാനുള്ള എല്ലാ സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഗ്രെയിൻ ബ്ലോഗ്സിന്റെ നന്മകൾ നേരുന്നു. ഇതുപോലത്തെ നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.